ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കലത്തപ്പമാണ്. കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും മിക്കവർക്കൊക്കെ അറിയായിരിക്കും. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുമാണ് ഇതിന്. അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾക്ക് അരിപ്പൊടി വേണം. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അരിപ്പൊടി കൊണ്ടാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾക്ക് അരി കുതിർത്ത് സമയമൊന്നും കളയണ്ട. അപ്പോൾ അരിപ്പൊടിയിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഏലക്ക, കുറച്ച് ഉപ്പ് ഇടുക. അതിനുശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് തേങ്ങയും കൂടെ ചേർക്കണം ഇതിലോട്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചേർക്കുന്നുണ്ട്, തേങ്ങ ചിരവിയത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പൊടിയാണ്, എന്നാൽ ആ ജീരകം അതൊക്കെ ഒന്ന് അരയാൻ വേണ്ടിയിട്ട് ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടിയിട്ട് മിക്സിയിൽ ഒഴിച്ചിട്ടൊന്ന് ഒന്ന് കലക്കിയിട്ട് ഒഴിക്കുക. അപ്പം 1/2 കപ്പ് വെള്ളമാണ് ഞാനിപ്പം എടുത്തിരിക്കുന്നത് ഇതിലോട്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾക്ക് വെല്ലം പാവ് കാച്ചി എടുക്കണം, അതായത് ശർക്കര. ഇപ്പം ഞാനിവിടെ 3 അച്ച് വെല്ലമാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇത് പാവ് കാച്ചിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം 3 അച്ച് വെല്ലം എന്ന് പറയുമ്പോൾ ചെറിയ വെല്ലമാണ്. നിങ്ങൾക്ക് പിന്നെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഏകദേശം ഒരു 200 ഗ്രാമോളം ഉണ്ടാവും. അപ്പോൾ അത് പാവ് കാച്ചി എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇവിടെ കുക്കറിൽ നല്ല തിക്കായിട്ടുള്ള അടി നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം കുക്കറിൽ ഞാനിപ്പം സ്റ്റീലിൻ്റെയാണ് എടുത്തിരിക്കുന്നത് കുക്കർ. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ അത് ഒഴിക്കാം. എന്നിട്ട് അതിലോട്ട് കുഞ്ഞുള്ളി ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും, ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. അതിനുശേഷം തേങ്ങാക്കൊത്തും കൂടിയിട്ട് ചേർക്കുക, ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾക്ക് ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണത് വരെ മിക്സ് ചെയ്യണം. അപ്പം അതിങ്ങനെ ഇടയ്ക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇനി മാവിലോട്ട് കുറച്ച് സോഡ ചേർക്കണം. സോഡാപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്താൽ മതി. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ശർക്കര പാനി ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർക്കുക. ചൂടോട് കൂടി തന്നെ ചേർക്കണം. അതുകൊണ്ടാണ് അതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ ആ ചൂടോട് കൂടി വെച്ചിരിക്കുക. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തണുത്ത് പോകും. അതുകൊണ്ട് അപ്പം ചൂടോട് കൂടിയിട്ട് ഒരു കൈ കൊണ്ട് മിക്സ് ചെയ്യുക, ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഒഴിച്ച് നന്നായിട്ട് ചേർത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ കുക്കറിലെ ഈ ഒരു തേങ്ങാക്കൊത്തൊക്കെ ഒരുവിധം ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പം തീ ഒന്ന് നല്ല കൂട്ടി വെച്ചിട്ട് ഈ മാവ് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. മാവിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കണം. ഇനി ഇതിൻ്റെ മേളിലോട്ട് കുറച്ച് എള്ളും കൂടെ തൂവി കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് സൈഡിൽ നിന്നൊക്കെ കുക്കറിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ തിളച്ച പോലെ ഇങ്ങനെ വരുന്നുണ്ട്. നന്നായിട്ട് അങ്ങനെ വരണം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആയാലേ നമ്മുടെ കലത്തപ്പം നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 40 സെക്കൻഡോളം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്, എന്ന് വെച്ചാൽ ഒഴിക്കുമ്പോൾ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇരിക്കുക. 40 സെക്കൻഡിന് ശേഷം അതൊന്ന് തീ കുറച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കുക. എന്നിട്ട് കുക്കറിൽ വെയിറ്റ് ഇടാതെ മൂടി വയ്ക്കുക. അപ്പം വെയിറ്റ് ഇടാതെ മൂടി വെച്ചിട്ട് ഞാനിപ്പം സ്റ്റീൽ കുക്കർ ആയതുകൊണ്ട് ഈ നമ്മുടെ ദോശക്കല്ലിൻ്റെ മേലെയാണ് വെച്ചിരിക്കുന്നത്. നേരിട്ട് ഫ്ലെയിമിൽ വെച്ചിട്ടില്ല, അടുപ്പിൽ വെച്ചിട്ടില്ല. അപ്പം അഥവാ അലുമിനിയത്തിൻ്റെ കുക്കറാണെങ്കിൽ നേരിട്ട് വെച്ചാലും കുഴപ്പമില്ല, കുറച്ചുകൂടെ അടി കട്ടിയുള്ളതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. അപ്പം സ്റ്റീലാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മേലിൽ വെച്ചിട്ട് വെച്ചാൽ മതി. അപ്പം ഇത് ഇങ്ങനെ ബബിൾസ് പോലെ വരുന്നതുണ്ടോ, അങ്ങനെ ബബിൾസ് വരണം. ഏകദേശം ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഈ ബബിൾസ് ഇങ്ങനെ വരും. ബബിൾസ് വന്നു കഴിയുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുക്കർ മാറ്റി വെച്ച് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് നന്നായി തണുത്തതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്താൽ മതി. തണുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ അരികത്തിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ടാവും. ദേ കണ്ടോ, ഇങ്ങനെ തനിയെ തന്നെ അത് വിട്ട് വരും. നമ്മൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഈ കുക്കറിൽ നിന്ന് ഇങ്ങനെ നല്ല എളുപ്പത്തിൽ തന്നെ ഇട്ട് മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പം നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് മുറിച്ച് കാണിക്കണമല്ലോ, നന്നായിട്ട് ഇങ്ങനെ ആരെടുത്തിട്ട് വന്നിട്ടുള്ള കലത്തപ്പം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ ശരിക്കും നല്ല രീതിയിൽ തന്നെ അത് ഇതുപോലെ ആരെടുത്ത് വരും. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റാണ്. ഇതേ കണ്ടോ, ബാക്ക് സൈഡും ഒന്നും കരിഞ്ഞിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാനിത് മിക്ക സമയത്തും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാറുള്ളതാണ്. പക്ഷേ എപ്പോഴും ഇതുപോലെ പെർഫെക്റ്റായിട്ട് വരുമെങ്കിലും ബാക്ക് സൈഡ് ഒന്നുമില്ല, നന്നായിട്ട് കരിഞ്ഞിട്ട് പോവും. ഇല്ലെന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മൾ പെട്ടെന്ന് കരിയുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എടുക്കുമ്പോഴത്തേക്കും വെന്തിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നല്ല ആരെടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡും കരിഞ്ഞിട്ടില്ല. അപ്പം സ്റ്റീൽ കുക്കർ ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ബാക്ക് സൈഡ് കരിഞ്ഞു പോകാറുണ്ടായിരുന്നത്. അപ്പം ഇതുപോലെ ദോശക്കല്ലിൻ്റെ മേലെ വെച്ചതുകൊണ്ട് ഇത് ബാക്ക് സൈഡും പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ ഒരു 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആ ഒരു
മാവ് ഒഴിക്കുന്ന സമയത്ത് ഒന്ന് ആ തിളച്ച് വരണം, സൈഡൊക്കെ ഒന്നിങ്ങനെ തിളച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 40 സെക്കൻഡ് അത്രയും വെച്ചിട്ട് പിന്നെ അങ്ങ് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്താൽ മതി. 5-6 മിനിറ്റ് ആ ബബിൾസ് വരുന്നത് വരെ, വിസിലിൻ്റെ ആ ഒരു സ്ഥലത്തൂടെ ബബിൾസ് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.